കോതമംഗലത്ത് 3 വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചു. വടാട്ടുപാറ പലവംപടി പുഴയിലിറങ്ങിയ വിദ്യാർത്ഥികളാണ് മരിച്ചത്. കോതമംഗലം മാർ ബസേലിയോസ് ദന്തൽ കോളേജിലെ വിദ്യാർത്ഥികളാണിവർ. 9 പേരടങ്ങുന്ന സംഘം കുളിക്കാനിറങ്ങിയപ്പോഴായിരുന്നു അപകടം. തിരുവല്ല സ്വദേശി ബിയോൺ, തിരുവനന്തപുരം സ്വദേശി ഹരീഷ്, കോട്ടയം സ്വദേശി അതുൽ എന്നിവരാണ് പുഴയിൽ മുങ്ങി മരിച്ചത്. കോതമംഗലം മാർ ബസേലിയോസ് ദന്തൽ കോളേജിലെ വിദ്യാർത്ഥികളായ ഇവർ അവധി ദിനം പുഴയിൽ കുളിക്കാനെത്തിയതായിരുന്നു. വിദ്യാർത്ഥികളിൽ ഒരാൾ ഒഴുക്കിൽപ്പെട്ടപ്പോൾ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് മറ്റ് 2 പേർക്ക് കൂടി അപകടം സംഭവിച്ചത്. അപകടത്തിൽപ്പെട്ടവരെ നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് കോതമംഗലത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. ഒരാൾ വെള്ളത്തിലേക്ക് പോകുന്നത് കണ്ട് രക്ഷിക്കാനായിട്ട് 2 പേര് കയറി പിടിച്ചതാണ്. അങ്ങനെയാണ് 3 പേര് വെള്ളത്തിൽ പോയിട്ടുള്ളത്. നിരവധി അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു മേഖലകളാണ്. പക്ഷേ ടൂറിസത്തിന് വലിയ സാധ്യതയുള്ള സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് നിരവധി ആളുകൾ ഇവിടെ സന്ദർശിക്കുന്നുണ്ട്. പക്ഷേ നിരവധി ബോർഡുകൾ വെച്ചിട്ടുണ്ടെങ്കിലും പുഴയിൽ പോകരുത്, അപകടമുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് നിരവധി ബോർഡുകൾ വെച്ചിട്ടുണ്ടെങ്കിലും പല ആളുകളും വന്ന് ടൂറിസ്റ്റുകളായിട്ട് വരുന്നവർ അത് ശ്രദ്ധിക്കാതെ വെള്ളത്തിൽ പോകുന്ന, അവിടെ വെള്ളത്തിൽ ഇറങ്ങുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഫോറസ്റ്റിന്റെ അധീനതയിലുള്ള മേഖലയാണ്. ഫോറസ്റ്റ് അധികാരികളുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനോടുള്ള കർശന നടപടികൾ, മറ്റേ വെള്ളത്തിൽ പോകാതിരിക്കാൻ തക്കവണ്ണമുള്ള നടപടികൾ സ്വീകരിക്കും. അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ ബന്ധപ്പെട്ട് അധികാരികളെ ബന്ധപ്പെട്ട് പരിഹരിക്കുന്നതിന് നേതൃത്വം കൊടുക്കും. ഇടമലയാർ ഡാമിൽ നിന്ന് വൈദ്യുതോൽപാദനത്തിന് ശേഷം പുറത്തുവിടുന്ന വെള്ളമാണ് പുഴയിലേക്ക് എത്തുന്നത്. 20ഓളം പേർ ഇവിടെ നേരത്തെ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടെന്നും നാട്ടുകാർ പറഞ്ഞു. അപകട മുന്നറിയിപ്പ് ബോർഡുകൾ ശ്രദ്ധയിൽപ്പെടാതെ വിദ്യാർത്ഥികൾ പുഴയിലിറങ്ങിയതാകാം അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. അമൃത ന്യൂസ്, കൊച്ചി.